ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ വയനാട്ടിൽ നിന്നും വീണ്ടും ഒരു മഴ വാർത്ത വരുന്നുണ്ട്. എന്താണ് തുളസി? കനത്ത മഴയിൽ വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിൽ എന്നാണ് വരുന്ന റിപ്പോർട്ട്. ഇന്നലെ രാത്രിയാണ് റോഡിന്റെ അരികുവശം തകർന്നത്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ദീപക് മോഹൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. ദീപക്, വയനാട്ടിൽ ഇപ്പോൾ കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ എന്നുള്ള വാർത്ത വരുന്നു. കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രിയോടുകൂടെ ഉണ്ടായിരിക്കുന്നു. റോഡിന്റെ അരികുവശം തകർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തുളസി, നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റ ബൈപ്പാസ്, അതായത് കൽപ്പറ്റ നഗരത്തിൽ മാനന്തവാടിയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നും കൽപ്പറ്റ നഗരത്തിലേക്ക് എത്തുന്നതിന് മുൻപായി ടൗണിൽ ബൈപ്പാസ് ആയി പോകുന്ന ഒരു റോഡാണിത്. ഈ റോഡിനടുത്ത് തന്നെയാണ് മൈലാടിപ്പാറ എന്ന് പറയുന്ന ഒരു വലിയൊരു കുന്നുള്ളത്. ഈ കുന്നിന് സമീപമാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി ഇപ്പോൾ റോഡിലേക്ക് വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ കല്ലുകൾ റോഡിൽ വീണ് കിടന്ന് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വലിയ മൈലാടിപ്പാറയുടെ അരികിലുള്ള പ്രദേശത്ത് നിന്ന് ചെറിയ തോതിൽ വെള്ളം താഴോട്ട് ഒഴുകി പോകുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു. ആ ഭാഗത്തെല്ലാം കനത്ത മഴയെ തുടർന്ന് വലിയ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നു. മാത്രമല്ല, വെള്ളം കുത്തിയൊലിച്ച് റോഡിലേക്ക് ഒഴുകി പോകുന്നു. ഒരുപക്ഷെ മുകളിൽ ഏതെങ്കിലും ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം ഇത്തരത്തിൽ വലിയ ഒരു വെള്ളം റോഡിലേക്ക് കുത്തി ഒഴുകാനുള്ള കാരണമായി കരുതുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് വീണ് കിടക്കുന്നു. വെള്ളം റോഡിലൂടെ കുത്തിയൊലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും മറ്റ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും ഈ മേഖലയിലേക്ക് ഇപ്പോൾ എത്തും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കൽപ്പറ്റയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഈ സ്ഥലത്തേക്ക് എത്തി ഇവിടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ മഴ ഇനിയും കനക്കുകയാണെങ്കിൽ ഈ ഭാഗത്തു കൂടിയുള്ള ഗതാഗതം തടസ്സപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വയനാട്ടിൽ വെള്ളത്തിനടിയിലാണ്. ഈ വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിലെ ഈ ആദിവാസി കോളനികൾ അടക്കം പല പ്രദേശങ്ങളിലും വെള്ളത്തിനടിയിലാണ്. ഇവിടെ നിന്ന് നിരവധി ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ ജലാശയങ്ങളിലും പുഴകളിലും എല്ലാം ഇറങ്ങുന്ന ആളുകൾ ഇറങ്ങരുതെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ കൽപ്പറ്റ ടൗണിനോട് ചേർന്ന പ്രദേശത്ത് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ബൈപ്പാസിനോട് ചേർന്ന പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. തുളസി, ദീപക്, റോഡിലേക്ക് കല്ലുകൾ ഉൾപ്പെടെ മറിഞ്ഞു വീണിരിക്കുന്നത് നമുക്ക് കാണാം. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? തുളസി, നമുക്കിപ്പോൾ കാണാം ഈ ഇടത് ഭാഗത്തായിട്ടുള്ള ഈ വലിയ ഒരു കുന്നുണ്ട്. ഈ കുന്നിന് മുകളിൽ നിന്നുള്ള ഭാഗത്ത് നിന്നാണ് മണ്ണിടിഞ്ഞ് ഈ ഭാഗത്തുകൂടെ കല്ലുകളെല്ലാം റോഡിലേക്ക് പതിച്ചത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ലോറികളെല്ലാം ഭാഗികമായി വരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു ഗതാഗതം ഇവിടെ ആരംഭിച്ചിട്ടില്ല. നേരത്തെ കൽപ്പറ്റ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാന റോഡായിരുന്നു ഈ കൽപ്പറ്റ ബൈപ്പാസ്. എന്നാൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ഈ കുന്നിൻ മുകളിൽ നിന്നുള്ള വലിയ കല്ലുകളും പാറക്കല്ലുകളും ഈ റോഡിലേക്ക് വീണ് ഇത്തരത്തിൽ ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളത്. ഇതുവരെ അപകടങ്ങളൊന്നുമില്ല. പക്ഷേ മുൻകരുതലുകൾ എടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. തുളസി, ദീപക്, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇന്നലെ പെയ്ത മഴയിലാണ് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിന്റെ ഇരുവശവും തകർന്നപ്പോൾ റോഡിൽ നിറയെ വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിറയെ പാറക്കെട്ടുകളുമുണ്ട്. ഗതാഗതത്തെ ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നിലവിൽ ജില്ലയിലെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? എത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം വയനാട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്? ദീപക്, ശ്രീലക്ഷ്മി, വയനാട്ടിലെ രണ്ട് ഡാമുകളായ ബാണാസുര, കാരാപ്പുഴ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും ഡാമിലെ ജലനിരപ്പിനെ പറ്റിയുള്ള ഒരു ആശങ്ക ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ആദിവാസി കോളനികളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. ഈ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നൂൽപ്പുഴ, പുഴങ്കര കോളനി, അതുപോലെ തന്നെ കലൂർ തുടങ്ങിയ മേഖലകളിൽ ഇന്നലെ രാത്രി കനത്ത മഴയെ തുടർന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നും മൈസൂരേക്കുള്ള ദേശീയപാതയ്ക്കിടെയുള്ള വനമേഖലയിൽ വെള്ളപ്പൊക്കത്താൽ റോഡ് കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഏതായാലും ഈ മേഖലകളിൽ ഇപ്പോൾ ഫയർഫോഴ്സും അതോടൊപ്പം NDRFും സ്ഥലത്തുണ്ട്. ഈ ആദിവാസി കോളനികളിൽ നിന്നുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ വയനാട്ടിലെ മറ്റുള്ള പ്രദേശങ്ങൾ, അതായത് നേരത്തെ പ്രളയം വന്ന സമയത്ത് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ സ്ഥലത്ത് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് കൂടുതൽ കനത്ത മഴ ഉണ്ടാകുന്നതനുസരിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. തുളസി.